എക്സൽ ഉപയോഗിച്ചിട്ട് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബൈ ഡിഫോൾട്ട് എക്സലിൽ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ വിൻഡോസിലേക്ക് ഒരു ബാർകോഡ് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ് എക്സലിൽ നമ്മൾ ബാർകോഡ് ജനറേറ്റ് ചെയ്യുക. അതെങ്ങനെയെന്ന് നോക്കാം. ഗൂഗിളിൽ ഡൗൺലോഡ് ബാർകോഡ് ഫോണ്ട് എന്ന് സെർച്ച് ചെയ്യുക. ഇനി ID ഓട്ടോമേഷൻ എന്ന ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഫ്രീ കോഡ് 39 എന്ന ഈ ഫോണ്ടാണ് ബാർകോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് നൗ നോക്കുക. ഒരു സിപ്പ് ഫയലായിട്ട് ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യപ്പെട്ടത് കാണാം. ഈ സിപ്പ് ഫയൽ അൺസിപ്പ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, എക്സ്ട്രാക്ട് ചെയ്യുക. idautomation.com എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. നോക്കുക, ഫോണ്ട് ഫയലാണ് ഈ കാണുന്നത്. ഈ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്റ്റാൾ. ഇനി എക്സൽ ഓപ്പൺ ചെയ്യുക. ഇനി ഫോണ്ട് ലിസ്റ്റിൽ പോയിട്ട് ID ഓട്ടോമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഫോണ്ട് ഇവിടെ കാണാം. ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന UPC, അതായത് യൂണിവേഴ്സൽ പ്രോഡക്റ്റ് കോഡ്, എക്സൽ സെല്ലുകളിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നായിട്ട് ആ സെല്ലുകൾക്ക് ടെക്സ്റ്റ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ നോക്കുക. ഇവിടെ ഞാനൊരു UPC എൻ്റർ ചെയ്യുന്നു. ആമസോൺ എക്കോ ഡോട്ടിൻ്റെ UPC ആണിത്. എൻ്റർ നോക്കുക, ഞാനിവിടെ എൻ്റർ ചെയ്ത നമ്പർ സയൻറ്റിഫിക് ഫോമാറ്റിൽ എക്സൽ ഡിസ്പ്ലേ ചെയ്യുന്ന കാണാം. മറ്റൊരു കേസ് നോക്കുക. നോക്കുക, ഇവിടെ 5ന് മുന്നിൽ 4 പൂജ്യങ്ങൾ കാണാം. ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ പൂജ്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെട്ടു. സോ ഇത്തരം ഓട്ടോമാറ്റിക് കറക്ഷൻസ് ഒഴിവാക്കാനായിട്ട് UPC എൻ്റർ ചെയ്യുന്നതിന് മുന്നായിട്ട് ആ സെല്ലുകൾക്ക് ടെക്സ്റ്റ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുക. ഈ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഏത് സെല്ലുകളിലാണോ ടെക്സ്റ്റ് ഫോമാറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് സെൽസ്. ഫോമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സിൽ ടെക്സ്റ്റ്, ഓക്കെ. ഇനി UPC എൻ്റർ ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ കോഡുകൾക്ക് മുന്നിലും പുറകിലും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈക്വൽ, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സ്, ആമ്പേഴ്സാൻഡ്. UPC കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ആമ്പേഴ്സാൻഡ്, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡബിൾ കോട്ട്സ്, എൻ്റർ. ഇനി ഫോർമുല താഴെയുള്ള സെല്ലിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി ഈ സെല്ലുകളിൽ ബാർകോഡ് ഫോണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ID ഓട്ടോമേഷൻ നോക്കുക, ഈ UPCക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാർകോഡാണിത്. ഇനി ഈ ബാർകോഡ് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതിന് മുന്നായിട്ട് താഴെയുള്ള സെല്ലിലെ ബാർകോഡ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. നോക്കുക, ബാർകോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ വന്ന് കാണാം. എക്സൽ ഉപയോഗിച്ചിട്ട് QR കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള പല മെത്തേഡുകളാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.